ഗാങ്ടോക്ക് സിക്കിമിൻ്റെ തലസ്ഥാന നഗരിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇന്നലെ രാത്രി ഒരു 6 മണി 7 മണി ആകുമ്പോഴേക്കും ഞാനവിടെ എത്തിച്ചേർന്നു. അത് നമ്മുടെ സിലിഗുരിയിൽ നിന്നായിരുന്നു യാത്ര സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് സിക്കിമിലാണ്. എൻ്റെ പുറകെ അതിമനോഹരമായിട്ടുള്ള വിശാലമായി കിടക്കുന്ന ഒരു വലിയൊരു സ്ഥലം കാണാൻ കഴിയും. കണ്ടില്ലേ, അത്രയും അടിപൊളിയാണ് സിക്കിം. നല്ല തണുപ്പാണ് ഇവിടെ. രാത്രി 7 ഡിഗ്രിയൊക്കെ ആട്ടോ തണുപ്പ് വരുന്നത് കാലാവസ്ഥ. അപ്പോൾ ഭയങ്കര തണുപ്പും നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇനി മുതൽ സിക്കിമിൻ്റെ കാഴ്ചകളാണ് കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്നും പറയുന്ന പോലെ എന്നോടൊപ്പം നിങ്ങളും യാത്ര ചെയ്യുക, നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. ലാസ് വെഞ്ചേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കാണുന്നതാണ് സിക്കിമിൻ്റെ നേർക്കാഴ്ചയാണ്. ഇത് നമ്മൾ ഗാങ്ടോക്കിലുള്ളത്, അതായത് സിക്കിമിൻ്റെ തലസ്ഥാന നഗരമാണ് കേട്ടോ. അതായത് ക്യാപിറ്റലാണ് സിക്കിമിൻ്റെ. പിന്നെ ഇവിടെ നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെയാണ്. സമയം ഇപ്പോൾ 10 മണിയായിട്ട് നല്ല തണുപ്പാണ്. ആളുകളൊക്കെ കുറവാട്ടോ പുറത്തിറങ്ങുന്നതൊക്കെ. ഇവിടുത്തെ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. നല്ല ഭംഗിയാട്ടോ ഈ സ്ഥലം കാണാൻ. സിക്കിം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഭംഗിയുള്ള സ്ഥലം തന്നെയാണ്. ഇവിടുന്ന് നോക്കുമ്പോൾ കാണാൻ കഴിയും നിങ്ങൾക്ക് അതിമനോഹരമായിട്ടുള്ള ബിൽഡിങ്ങുകൾ കളർഫുള്ളായിട്ട് തട്ട് പോലെ അടുക്കി വെച്ച പോലെ കേട്ടോ ഇവിടെ നിന്ന് കാണാൻ കഴിയുക. അത്ര അടിപൊളിയാട്ടോ ഇവിടുത്തെ സ്ഥലം. നമുക്കിനി പോണ വഴിക്ക് പല കാഴ്ചകളും കാണാം. നമുക്കിനി സിക്കിമിൻ്റെ കാഴ്ചകൾ പോണ വഴിക്ക് നല്ല കാഴ്ചകളും അതിമനോഹര കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. എങ്ങോട്ട് പോകണമെന്നൊരു ഐഡിയ ഇല്ലാണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇങ്ങനൊരു സ്ഥലം കണ്ടു. അതായത് ഇങ്ങനെ സ്ഥലം കണ്ടു. കയറുന്ന നിന്ന് നോക്കിയപ്പോൾ അതിമനോഹരമായിട്ടൊരു വ്യൂ പോയിൻ്റ് കേട്ടോ. ഒരു രക്ഷയില്ല. ഫസ്റ്റ് രാവിലെ തന്നെ ആദ്യത്തെ കാഴ്ച ഇങ്ങനെ അത്രയും മനോഹരമായിരുന്നു. പിന്നെ തണുപ്പ് പറഞ്ഞ കൂടെ മുഖമൊക്കെ എന്തോ പോലെ ഉണ്ട്. അതുപോലെ തന്നെ രാത്രി ആയാൽ ഉറപ്പായും മൂക്ക് അടയ്ക്കും നമുക്ക്. അത് പൊതുവെ എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. അവിടെ പുതിയൊരു കാലാവസ്ഥയിലോട്ട് വന്ന് എത്തിച്ചേരുമ്പോഴുള്ള പ്രശ്നമാണ്. നമുക്കിനി യാത്ര തുടരാം. എങ്ങോട്ടൊന്നുമില്ലാത്ത യാത്രയാണ്, നമുക്ക് പോയി നോക്കാം കേട്ടോ. നമ്മളിപ്പോൾ സിക്കിമിൻ്റെ നഗരത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചുറ്റുസേവനും ഇഷ്ടംപോലെ നമുക്ക് കടകളും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. പിന്നെ ഇതുപോലെ കുറേ അധികം ഇങ്ങനത്തെ ഡോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രോമവും കാര്യങ്ങളൊക്കെയാണ്. ഈ സൈഡിൽ നോക്കുമ്പോൾ വലിയതായിട്ടൊരു താഴ്വരയൊക്കെ കാണാൻ കഴിയും. കണ്ടില്ലേ, അത്യാവശ്യം കാറുകളാട്ടോ ഇവിടെ കൂടുതലുള്ളത്. ഇവിടെ ടാക്സി കാറുകളാണ്. അത്യാവശ്യം റേറ്റുണ്ട് ഇവിടെ. എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു പ്രദേശമാണ് സിക്കിം എന്ന് പറയുന്നത്. സിക്കിമിലെ ഗാങ്ടോക്ക് നല്ല കൂടുതൽ എക്സ്പെൻസാണ് കേട്ടോ. പിന്നെ ഇവിടെ കുറേ അധികം മദ്യശാലകൾ കാണാൻ കഴിയും. ഇഷ്ടംപോലെ നമ്മൾ ഗോവ വന്ന പോലെയാണ്. എവിടെ നോക്കിയാലും മദ്യം നമുക്കിവിടെ കാണാൻ കഴിയും കേട്ടോ. പല സ്ഥലത്തും ഇതുപോലത്തെ കുറച്ച് മേൽപ്പാലങ്ങൾ കാണാൻ കഴിയും. അതായത് ഇതിലൂടെ അല്ലാതെ ശരിക്കും നേരാവണ്ണം റോഡ് ക്രോസ് ചെയ്യണമെന്നൊക്കെ ഇവിടെ നിയമവിരുദ്ധമാണ് കേട്ടോ. കണ്ടില്ലേ, നല്ല മനോഹരമാക്കി വെച്ചിട്ടുള്ള നല്ലൊരു പാലും കാര്യങ്ങളൊക്കെയാണ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ക്ഷേത്രത്തിൻ്റെ അടുത്ത് കേട്ടോ. കാണിച്ചു തരാം. ഒരു ക്ഷേത്രത്തിൻ്റെ റോഡിലോട്ട് ഒരു ബ്രിഡ്ജിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നൊരു ക്ഷേത്രവും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ തൊട്ട് സൈഡ് കാണുന്നത്. ഇതുണ്ടല്ലേ, ഇതാട്ടോ നമ്മുടെ സിക്കിമിൻ്റെ യഥാർത്ഥ കാഴ്ച എന്ന് പറയുന്നത്. നല്ല ഭംഗിയുണ്ട് ഈ സ്ഥലം. എവിടെ നോക്കിയാലും കാണാൻ നല്ല ഭംഗി കാര്യങ്ങളൊക്കെയാണ്. കണ്ടോ, അടിപൊളി കേട്ടോ. അല്ലേ, ഇതുപോലെ പോലീസുകാരുണ്ടല്ലേ, എല്ലാ മൂലയ്ക്കും ഇഷ്ടംപോലെ പോലീസുകാരുണ്ടാവും കേട്ടോ. കാരണം ഇവിടെ ഭയങ്കര നിയമം, ഭയങ്കര സ്ട്രിക്റ്റും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി വാങ്ങിക്കൂട്ടും. പിന്നെ ഇവിടുത്തെ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, അടിപൊളി കേട്ടോ. നമ്മളിപ്പോൾ ബ്രിഡ്ജും കടന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ കാണുന്നൊരു ക്ഷേത്രമാണ് കേട്ടോ. ക്ലോസ്ഡാണ് ഇപ്പോൾ. നമ്മളിപ്പോൾ ഇറങ്ങി താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു അതിമനോഹരമായിട്ടുള്ളൊരു ഏരിയയിൽ വന്ന് എത്തിപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അയ്യോ, ഇത് നോക്കിയാൽ നിങ്ങൾ, എന്തൊരു ഭംഗിയല്ലേ ഈ സ്ഥലം കാണാൻ. നമ്മളെ സിക്കിം ഇത്രയും മനോഹരമാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഭയങ്കര ഭംഗിയുള്ളൊരു ഏരിയ. ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, എവിടെ നിന്നെങ്കിലും കഴിക്കണം. ഇത് നോക്കി നിങ്ങൾ, സ്ട്രീറ്റൊക്കെ എന്ത് മനോഹരമാക്കി നീറ്റായി ക്ലീനാക്കി വെച്ചിട്ടുള്ളതെന്ന്. ഈ സ്ട്രീറ്റിലൂടെ നടക്കാൻ തന്നെ ഒരു പ്രത്യേക രസമാണ് കേട്ടോ. അതായത് രണ്ട് സൈഡും ചുറ്റിനും വലിയ വലിയ ബിൽഡിങ്ങുകളും കടകളും കാര്യങ്ങളും. എന്തോ ഈ ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഗാങ്ടോക്കിൽ വന്നിട്ട് ഈ ഏരിയയിൽ കൂടെ നടക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലിംഗ് എന്നൊക്കെ പറയാം. എല്ലാവിധ ആളുകളെയും കാര്യങ്ങളും കാണാൻ കഴിയും നമുക്കിവിടെ. അതുപോലെ കുറേ ഇരിക്കാൻ സീറ്റുകളും കുറേ ബെഞ്ചുകളൊക്കെ കാണാൻ കഴിയും. എവിടെ നോക്കിയാൽ നല്ല മനോഹരമാക്കി വെച്ചിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മുടെ സിക്കിം എന്ന് പറയുന്നത്. നമുക്ക് ഉൾഗ്രാമപ്രദേശത്തിലോട്ട് യാത്ര ചെയ്യുമ്പോൾ ഇതിനും മനോഹരമായിട്ടുള്ള കാഴ്ച നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ പോലീസുകളുണ്ട് കേട്ടോ. മൂലക്ക് പോലീസുകൾ ഉണ്ടാവും. ഒരു പ്രത്യേക രസമുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കാൻ. അതായത് കണ്ടില്ലേ, ചുറ്റും നല്ല
ഭംഗിയുള്ള ബിൽഡിംഗ്. ഇതിനെ കൊണ്ട് വർണ്ണിച്ചാൽ എനിക്ക് മതിയാവുന്നില്ല കേട്ടോ, അത്ര രസമുണ്ട്. നോക്കാം, നമ്മളിപ്പോൾ ഒരു വ്യൂ പോയിന്റിലോട്ടാണ് പോകുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഇവന്മാർ കുറേ സ്ഥലത്ത് കടന്നുറങ്ങണം കാണാൻ കിട്ടും. ഇവന്മാർക്ക് ഭയങ്കര രോമവും കാര്യങ്ങളൊക്കെ കിട്ടും മേലത്ത് ശരീരത്ത്. ഇത് കണ്ടില്ലേ കുറേയധികം ആളുകൾ. അയ്യോ എന്തൊരു രസമാണ് ഈ സ്ഥലം കാണാൻ, രക്ഷയില്ല കേട്ടോ. പിന്നെ എല്ലാവിധ ഷോപ്പുകളും കാര്യങ്ങളും ഉണ്ട് ഈ ഭാഗത്ത്. നോക്കിയേ, നമ്മൾ വന്ന വഴികളൊക്കെ കേട്ടോ ഈ കണ്ടത്. നമുക്ക് ഇവിടെ വെൽക്കം ടു ലാൽ ബസാർ കൊണ്ടൊരു കവാടമൊക്കെ കാണാൻ കഴിയും. ഇത് ലാൽ ബസാർ റോഡാട്ടോ പോകുന്നത്. ഇതൊക്കെ രണ്ട് സൈഡും. അയ്യോ, ഇവിടെ ഭക്ഷണം കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാട്ടോ. ഭക്ഷണശാലകൾ ഭയങ്കര കുറവാണ്. പിന്നെ ഉള്ളത് മൊത്തം ഈ റിച്ച് ആയിട്ടുള്ള ഭക്ഷണശാലകളാണ്. അതായത് KFC, അതുപോലെ തന്നെ പിസ്സ ഹട്ട്, അങ്ങനത്തെ ഷോപ്പുകളാട്ടോ കൂടുതലിവിടെ കാണാൻ കഴിയുക. പിന്നെ സാധാരണക്കാർക്ക് കഴിക്കാൻ പറ്റിയൊന്നുമില്ല ഇവിടെ. ഇവിടെ അത്യാവശ്യം ട്രഡീഷണൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഷോപ്പുകളും കാര്യങ്ങളും കാണാൻ കഴിയും. എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാം കൊണ്ടും ഇവിടെ ഇല്ല എന്ന് പറയാനായിട്ട് സത്യം പറഞ്ഞൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ വാങ്ങാനും കഴിയും, അതുപോലെ കാണാനും കഴിയും. അത്രയും മനോഹരമാക്കിയ ഒരു സ്ഥലം തന്നെയാണ് സിക്കിം. അതിൽ എസ്പെഷ്യലി പറയാനായിട്ട്, അതിലെടുത്തു പറയാനായിട്ട് എന്താ പറയുക, ഗാങ്ടോക്ക് എന്ന് പറഞ്ഞ സിറ്റി കേട്ടോ. നമുക്കിനി ഗ്രാമപ്രദേശത്തിലൂടെ യാത്ര ചെയ്യാനുണ്ട്. പക്ഷെ ഇവിടുന്ന് എങ്ങനെ അതുപോലെ ടാക്സിയോ ബസ്സോ ഒന്നും കിട്ടുമെന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടോ. എനിക്കിവിടെ ഒരു ഐഡിയ ഇല്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്, യാത്ര ചെയ്യുന്നത്. ഇവിടുത്തെ എന്താ പറയുക സർവീസും കാര്യങ്ങളൊക്കെ എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല. നമുക്ക് പോയി നോക്കണം, ഓരോന്നും പഠിച്ചറിയാനുണ്ട്. നമ്മൾ അവിടുന്ന് കുറച്ച് പേര് നടന്ന് ഇവിടെ എത്തി. ഇനി ഇവിടെ നമുക്ക് സ്റ്റെപ്പ് കയറി മേലോട്ട് പോകണം കേട്ടോ. ഇവിടെ ഞാൻ പറഞ്ഞില്ല കൂടുതൽ ഇത് മലൻ്റെ ഒരു പ്രദേശമായതുകൊണ്ട് പല ഭാഗത്തോട്ടും ഇതുപോലെ സ്റ്റെപ്പുകൾ കാണാൻ കഴിയും. കാരണം താഴത്തുനിന്ന് മേലെ കയറി പോകണമെങ്കിൽ ഇതുപോലെ സ്റ്റെപ്പ് വഴി പോകാൻ പറ്റുള്ളൂ. റോഡ് മാർഗ്ഗം നടക്കുകയാണെങ്കിൽ മനുഷ്യന് ഊപ്പാട് വരും കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള സ്റ്റെപ്പുകൾ പല ഭാഗത്തും കാണാൻ കഴിയും. കണ്ടില്ലേ, ഓ കയറാനായിട്ട് പാട്, ഫുൾ ഹിൽ ഏരിയ അല്ലേ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐഡിയ ഇല്ലല്ലോ. സിക്കിം എന്ന് പറയുന്നത് ഒരു അടിപൊളി പ്രദേശം തന്നെയാണ്, പക്ഷേ കുറച്ച് എക്സ്പെൻസാണ്. അതുപോലെ തന്നെ വഴി കണ്ടുപിടിക്കാൻ കുറച്ച് പാടാണ്. അതുപോലെ നടന്ന് ഊപ്പാട് വരും. ടാക്സിയൊക്കെ ഒടുക്കത്തെ റേറ്റ് ആട്ടോ ഫ്രണ്ട്സ്. നമ്മളിപ്പോൾ കുറേ ദൂരം നടന്ന് വെയ്യട്ടോ, നടക്കാൻ ഭയങ്കര ശോകമാണ്. കാരണം തണുപ്പും അതുപോലെ തന്നെ മലമ്പ്രദേശമായതുകൊണ്ട് നടന്ന് കയറാൻ ഭയങ്കര പാടാണ്. നമ്മളിപ്പോൾ നംനാങ് എന്ന് പറഞ്ഞിട്ടൊരു വ്യൂ പോയിന്റിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നോക്കി ഇങ്ങനെ കയറണം. അയ്യോ, നമുക്ക് പോയി നോക്കാം. പോണ വഴി നല്ല അതിമനോഹരമുള്ള കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചത്. നമ്മൾ ഏറെക്കുറെ എത്തി ഒരു 400 മീറ്റർ കൂടി ഒരു വലിഞ്ഞ് നടക്കാനുണ്ട്. ആ സ്റ്റെപ്പ് ഒന്ന് കയറട്ടെ കേട്ടോ ഫ്രണ്ട്സ്. നമ്മളപ്പോൾ ഒരു ഫോറസ്റ്റ് പോലുള്ള സ്ഥലത്ത് എത്തിപ്പെട്ടിട്ടുണ്ട്. അതായത് ഇവിടുന്ന് കുറച്ച് നടന്നു കഴിഞ്ഞാൽ വ്യൂ പോയിൻ്റ് ആട്ടോ. അതിമനോഹരമായിട്ടുള്ള വ്യൂ പോയിൻ്റ് നമ്മൾ കാണാൻ വേണ്ടി പോവാണ്. ഇവിടെ കുറേയധികം പോലീസും കാര്യങ്ങളൊക്കെ നിൽക്കുകയാണ് കാണാൻ കഴിയും. കണ്ടില്ലേ, കുറേയധികം മരങ്ങളും കാര്യങ്ങളും അടിപൊളി കേട്ടോ. ഇവിടെ റെൻറ്റ് ബൈക്ക് കിട്ടുന്ന പറഞ്ഞ ഒരു പോലീസുകാർ ചോദിച്ചപ്പോൾ ഇവിടുത്തെ ആളുകളൊക്കെ ഭയങ്കര സംസാരിക്കാനും ഭയങ്കര അടിപൊളി കേട്ടോ. അതിനുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല. അവർ കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരും. പോലീസുകാർക്ക് അടിപൊളിയാണ്, പക്ഷേ എക്സ്പെൻസാണ്. എവിടെ നോക്കിയാലും എക്സ്പെൻസാണ്. പോയി നോക്കാം ഫ്രണ്ട്സ്. ഒരു ചായ വാങ്ങിയിട്ടുണ്ട് കേട്ടോ, 20 ഉറുപ്പിന് ചായ. അതാ പറഞ്ഞു, ഫുൾ എക്സ്പെൻസാണ് കാര്യങ്ങളൊക്കെയാണ്. അതായത് നമ്മളിപ്പോൾ ഒരു വ്യൂ പോയിൻ്റ് അടുത്ത് എത്തിയിട്ടുണ്ട്. എൻ്റെ മുന്നിൽ കാണുന്നത് അതിഗംഭീരമായ ഭയങ്കര നാച്ചുറൽ ബ്യൂട്ടിയുള്ള ഒരു നല്ലൊരു കാഴ്ചയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിൻ്റെയൊക്കെ ഒരു ബ്യൂട്ടിയാണ്. നിങ്ങൾ എന്ത് മനോഹരമാണെന്ന്. ചായ പിടിക്കട്ടെ, നോക്കിയേ. ഓ എന്തൊരു രസമാണ് നോക്കുന്നത് കാഴ്ച കാണാൻ. എന്താല്ലേ ഇതിൻ്റെയൊക്കെ ഒരു ഭംഗി. സിക്കിമിൻ്റെ ഒരു പ്രകൃതി ഭംഗി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വർണ്ണിക്കാൻ കഴിയാത്ത അത്രയും അടിപൊളിയുള്ള പ്രകൃതി ഭംഗിയാണ്. നമ്മൾ കുറേ ദൂരം യാത്രയൊക്കെ ചെയ്തിട്ടാണ് ഇങ്ങനെ വന്ന വഴികളൊക്കെ കാണുന്നത്. ഗാങ്ടോക്കിൽ എത്തിച്ചേരാൻ നമ്മൾ വന്ന വഴികളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കാം, നല്ല എന്താ പറയുക കുത്തനെയുള്ള സ്ഥലം കേട്ടോ. എത്രയോ അടി താഴ്ചയാണ്. നോക്കി എത്ര കണ്ടോ, ഭയങ്കര മനോഹരമായിട്ടുള്ള സ്ഥലം കേട്ടോ. ഇവിടെ നോക്കുമ്പോൾ പേടിയാവുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ കുഞ്ഞു വീടുകൾ നമുക്ക്
ഒരു കടുകുമണി വലുപ്പത്തിലാട്ടോ കാണാൻ കഴിയുക. ഇവിടുന്ന് അത്രയും ദൂരമാണ്. അതായത് ഇവിടുന്ന് അവിടെ എത്തണമെങ്കിൽ തന്നെ കിലോമീറ്ററോളം യാത്ര ചെയ്യാനുണ്ട് കേട്ടോ. കാരണം കിലോമീറ്റർ പറഞ്ഞാൽ നേരെയല്ല, ഇങ്ങനെ വളഞ്ഞ് ആ റോഡ് വരുന്ന വരവ് കണ്ടോ നിങ്ങൾ? അതുപോലെയൊക്കെ യാത്ര ചെയ്താലേ നമുക്ക് എന്താ പറയുക, ഇവിടെ ബ്ലറാവുന്നല്ലോ, ഇതുപോലെയൊക്കെ യാത്ര ചെയ്താലേ നമ്മൾ മേലെ എത്തിച്ചേരാൻ കഴിയും. ഇതുപോലെ 100 കണക്കിന് വഴികൾ എന്താ പറയുക ചുറ്റി വളഞ്ഞ് വേണം നമ്മൾ ഇതിൻ്റെ മേലോട്ടെത്താൻ. ഇനിയും മേലെ കയറണം. കാരണം ഇതൊരു ഹില്ലാണ്, ഇതിന് അവസാനം ഇല്ലാണ്ട് പോയിക്കൊണ്ടേയിരിക്കും ഇതിൻ്റെ മേൽഭാഗം വരെ. പിന്നെ സിക്കിം എന്ന് പറയുന്നത് ലാൻഡ് സ്ലൈഡ് സംഭവിക്കുന്ന ഒരു മെയിനായിട്ടുള്ള ഏരിയയാണ്. പല സ്ഥലങ്ങളും ലാൻഡ് സ്ലൈഡായിട്ട് പോകണത് ഇങ്ങനെ നമുക്ക് ബസ്സിൽ വരുമ്പോൾ തന്നെ കാണാൻ കഴിയും. ഇഷ്ടംപോലെ ലാൻഡ് സ്ലൈഡ് സംഭവിച്ച ഇഷ്ടംപോലെ സ്ഥലങ്ങൾ കാണാൻ കഴിയും. അതായത് ഒരു കുന്നന്നെ അതായത് ഇടിഞ്ഞ് താഴോട്ട് പോയത് കാണാൻ കഴിയും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അരുവിയും കാര്യങ്ങളും ഫുള്ള് മണലൊക്കെ അടിച്ച് കരയിലോട്ട് കയറി നിൽക്കുന്ന കാഴ്ചകൾ കാണാൻ കഴിയും. അതുപോലെ പിന്നെ കുറേയധികം കാഴ്ചകൾ കാണാൻ കഴിയും കേട്ടോ നമ്മൾ സിക്കിമിൽ വരുമ്പോൾ. ഇനിയും ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുണ്ട്, നമുക്ക് പോയി നോക്കാം. അപ്പോൾ വ്യൂ പോയിൻറ്റിൻ്റെ കാഴ്ചകൾ ഇതൊക്കെയാണ് കേട്ടോ. ഫ്രണ്ട്സ്, ഇത്ര നേരം കയറ്റം കയറാനായിരുന്നു ബുദ്ധിമുട്ട്. ഇപ്പോൾ ഇറക്കിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു കുത്തലുള്ള ഇറക്കോട് അത് നോക്കിയേ, ഇങ്ങനെ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കും. മലയിൽ നിന്ന് താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ പെൻലിയോങ് കൊണ്ടൊരു ഗ്രാമത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു 10-22 കിലോമീറ്ററോളം ദൂരമുണ്ട്. ഇവിടുന്ന് ബസ്സിൽ യാത്ര ചെയ്താൽ നമുക്ക് അവിടെ പോകാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടുന്ന് വെസ്റ്റ് സിക്കിമിലോട്ട് പോകണമെങ്കിൽ എങ്ങനെയോ 100 കിലോമീറ്ററിന് മേലെ യാത്ര ചെയ്യാനുണ്ട്. അപ്പോൾ അവിടോട്ട് പോകാനുള്ള സമയവും അതുപോലെ തന്നെ എന്താ പറയുക ക്യാഷിൻ്റെ പ്രശ്നമൊക്കെയാണ്. ഭയങ്കര എക്സ്പെൻസാണ്. അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ കഴിയില്ല. നമുക്കിനി 2 ദിവസമാണ് മാക്സിമം ഞാൻ സിക്കിം കാണാൻ വേണ്ടി ഇറങ്ങിയത്. അപ്പോൾ അതിനുള്ളിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ കാണാനുള്ള കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോകാനുള്ള ഐഡിയയിലാണ്. ഇവിടുത്തെ കാഴ്ചകൾ നോക്കിയ കാഴ്ച നിങ്ങളെൻ്റെ ബാക്കിൽ എന്ത് അടിപൊളി മനോഹരമുള്ള കാഴ്ച അറിയാം. നമ്മളിപ്പോൾ കുറച്ച് ദൂരം നടന്നിട്ട് ചെറിയ ടൗണിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ടൗണിൻ്റെ പേര് വന്നിട്ട് ഡിയോറാലി എന്നാട്ടോ. ഡിയോറാലി എന്നാണ് ഇതിൻ്റെ സ്ഥലത്തിൻ്റെ പേര്. നമ്മളിവിടുന്ന് ടൈക്ലോങ് കൊണ്ടൊരു സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു വില്ലേജ് ഏരിയയിലോട്ട്. ഇവിടുന്ന് കുറച്ച് ദൂരം സഞ്ചരിക്കാനുണ്ട്. ഇവിടുന്ന് ബസ് കാര്യങ്ങൾ കിട്ടുമെന്ന് ഒരു ഐഡിയ ഇല്ല, നോക്കാം. ഏതായാലും നല്ല മനുഷ്യരാട്ടോ. അപ്പോൾ വരുന്ന എനിക്കൊരു ചേച്ചിനെ പരിചയപ്പെട്ടു. ആൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇവിടെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇവിടുന്ന് പോകാമെങ്കിൽ ബസ് ഇവിടുന്ന് അവൈലബിൾ ആണ് എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തന്നു. അപ്പോൾ നല്ല അടിപൊളി മനുഷ്യന്മാരൊക്കെ കേട്ടോ ഇവിടെ ഉള്ളത്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഒരു നഗരത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് നിൽക്കുന്നത്. നല്ല തണുപ്പുണ്ട് കേട്ടോ. സമയം ഇപ്പോൾ 1 മണിയാവാനായി. മുഖമൊക്കെ കണ്ടില്ലേ, ഭയങ്കര കറുത്ത് പോയിട്ടോ, ഒരുമാതിരി ആയിട്ടുണ്ട് സ്കിന്നൊക്കെ. നമ്മളിപ്പോൾ വരുന്ന വഴിക്ക് ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു. കയറുമ്പോൾ തന്നെ അവർ നമുക്ക് തന്നൊരു സൂപ്പാണ് കേട്ടോ, നല്ല ചൂടുള്ളൊരു സൂപ്പ്. അതിനുശേഷം നമുക്കൊരു ചിക്കൻ പയാല അങ്ങനെ എന്തോ ഒരു പേരിൽ ഒരു സാധനം കഴിക്കാൻ തന്നു. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഒന്ന് കഴിച്ചപ്പോൾ തന്നെ മാല അറിഞ്ഞു, ഒന്ന് നമ്മൾ പാർസലാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഫുഡ് 100 രൂപ കേട്ടോ വന്നത്. അതായത് ഫുഡൊക്കെ ഭയങ്കര എക്സ്പെൻസ് ആണെന്ന് മുന്നേ പറഞ്ഞല്ലോ. അപ്പോൾ കുറേ നേരം നോക്കി ഇവിടെ അടുത്ത ചീപ്പായിട്ട് റേറ്റുള്ള ഫുഡ് കിട്ടാൻ നോക്കി, എവിടെയില്ല, ഭയങ്കര റേറ്റാണ്. അപ്പോൾ കയറി കഴിച്ചു എന്നതിലൊക്കെ. അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് ബസ് നോക്കണം, ഒരു സ്ഥലത്തോട്ട് പോകാനുണ്ട്. എവിടേക്കൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാനിങ്ങനെ സിക്കിമിൻ്റെ വഴിയിലെ കാഴ്ചകളൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഗൈസ്, എടുത്ത് പറയേണ്ടത് ഇവിടുത്തെ പെട്ടിക്കടൽ വരെ എന്താ പറയുക മദ്യം ലഭിക്കുന്നുണ്ടോ, അത്രയും മദ്യം ഒഴുകുന്നൊരു സ്ഥലമാണ് സിക്കിം എന്ന് പറയുന്നത്. എല്ലായിടത്തും ഉണ്ട്. അതായത് നമ്മൾ ചെറിയൊരു ഷോപ്പിൽ കയറി ചായക്കടയിൽ കയറി ചായ കുടിക്കാന്ന് കയറി കഴിഞ്ഞാൽ അവിടെയുണ്ട് മദ്യം. അങ്ങനെ മദ്യം കൊണ്ട് ഇവിടെ ആറാട്ടാണ്. ഇതുണ്ടല്ലേ, എല്ലാ ഭാഗം എവിടെ നോക്കിയാലും ഒരു വേസ്റ്റ് നിങ്ങൾക്ക് താഴെ കാണാൻ കഴിയില്ല. അത്രയും ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനിലാട്ടോ ഇവർ ഈ സ്ഥലം കൊണ്ടു നടക്കുന്നത്. എവിടെ നോക്കിയാലും പോലീസ് ഓഫീസേഴ്സും അതുപോലെ തന്നെ എന്താ പറയുക എപ്പോഴും ഇങ്ങനെ ക്ലീൻ ആയിക്കൊണ്ടേ കിടക്കുന്ന ഒരു ഏരിയയാണ്. പക്ഷെ ഇവിടെ തുപ്പാൻ പാടില്ല കേട്ടോ. ഇവിടെ തുപ്പിക്കഴിഞ്ഞാൽ ഫൈനും കാര്യങ്ങളൊക്കെയാണ്. എന്താ പറയുക, ഇവിടെ തുപ്പൽ അതുപോലെ തന്നെ വേസ്റ്റ് താഴെയില്ല, അതൊക്കെ ഭയങ്കര എന്താ പറയുക സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സിക്കിം എന്ന് പറയുന്നത് ഭയങ്കര റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യേണ്ട ഒരു നാടാട്ടോ. നമുക്ക് ഇനി വെസ്റ്റ് സിക്കിമിലോട്ട് പോകണമെന്നുണ്ട്. എനിക്ക് അവിടെ പോകാൻ സമയമില്ല. നമ്മൾ എന്തെങ്കിലും ഒരിക്കൽ വെസ്റ്റ് സിക്കിമിലോട്ട് ഞാൻ യാത്ര പോകുന്നതായിരിക്കും. തിരിച്ചു വരുന്ന വഴിക്ക് നമുക്ക് വേണമെങ്കിൽ സിക്കിം ഒന്നുകൂടി കയറാൻ നോക്കാം. ഇവിടെ ചെറിയൊരു ടെമ്പിളും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. ബുദ്ധ ടെമ്പിളാട്ടോ. ഇതുണ്ടല്ലേ, മേൽഭാഗത്തായിട്ട് ഗഞ്ചുലമ ദ്വാർ കൊണ്ട് എന്തൊക്കെയോ പോലീസ് ഓഫീസിൻ്റെ ഒക്കെ സ്ഥലം കാണാൻ കഴിയും. ഭയങ്കര രസമായിട്ട് സ്ഥലം കാണാൻ. നമ്മൾ ചുരം നടന്നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല രസമാണ്. ഇവിടെ
ഗുരുദ്വാര. ഇവിടെ ഒരു ഗുരുദ്വാര ഉണ്ട് കേട്ടോ, ഇതേ കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇപ്പോൾ ഈ കാണുന്നത് ഗുരുദ്വാര ഉണ്ടോ, കണ്ടില്ലേ, ഭയങ്കര വെള്ള കളറിൽ ഭയങ്കര ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ കാണാൻ. ഇവിടെ കുറേ ആർമി വെഹിക്കിൾസൊക്കെ പോണത് കാണാൻ കഴിയും കേട്ടോ. നമുക്കിവിടെ ഹിച്ച് ഹൈക്കിങ് പോസിബിൾ അല്ല കേട്ടോ, ഹിച്ച് ഹൈക്ക് ചെയ്യാൻ കഴിയില്ല. ലിഫ്റ്റ് അടിച്ച ഒരു സ്ഥലത്തോട്ട് പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും വാഹനങ്ങളിൽ കയറിപ്പോലും നടക്കില്ല. പകരം ഏതെങ്കിലും ബസ്സിലോ അതോ ടാക്സിയിലൊക്കെ യാത്ര ചെയ്യാൻ കഴിയുള്ളൂ. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ എനിക്ക് പറ്റിയൊരു അടി പറയുന്നത്. പിന്നെ ഇവിടെ കുറച്ച് നായ്ക്കളെ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നായ്ക്കളെ പ്രത്യേകത കണ്ടോ ഫുള്ള് എന്താ പറയുക, ഈ രോമം കേട്ടോ അതിൻ്റെ മേത്ത് മുഴുവൻ. ഇവിടുത്തെ തണുപ്പ് പ്രദേശത്ത് ജീവിക്കുന്ന നായ്ക്കളായതുകൊണ്ടാണ് അവർക്ക് അത്രയും രോമവും കാര്യങ്ങളും. പോകുന്ന വഴിയാണ് എല്ലായിടത്തും ഇതുപോലത്തെ ഒരു ഇതുണ്ടാവും കേട്ടോ, ഫുട്പാത്ത് ഉണ്ടാവും കേട്ടോ. ഇതിൽ കൂടെ കൂടുതൽ നടക്കാൻ പാടുള്ളൂ, റോഡിലിറങ്ങി നടക്കാൻ കഴിയില്ല, കാരണം അത്രത്തോളം വണ്ടികളും ട്രാഫിക്കും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ നിന്നുള്ള വ്യൂ കാണില്ല, നിങ്ങൾക്ക് എവിടെ നോക്കിയാൽ ഇങ്ങനെ ഒരു വ്യൂ കാണാൻ കഴിയും കേട്ടോ. അതാ പറഞ്ഞത് സിക്കിം ഇത്രത്തോളം ഭംഗിയാണെന്ന്. ഫ്രണ്ട്സ് ഇത് കണ്ടില്ലേ, എവിടെയൊക്കെ ഗ്യാപ്പ് ഉണ്ട് അവിടെയൊക്കെ വീട് ഇട്ട് താമസിക്കുന്നുണ്ട് അവർ. കാരണം ഇവിടെ സ്ഥലം എന്ന് പറയുന്നത് ഭയങ്കര പരിമിതമായ സ്ഥലമാണ്. കാരണം നല്ലൊരു നിരപ്പായിട്ടുള്ള സ്ഥലം കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ. ഇവിടെ കണ്ടില്ലേ, ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും, ഫുള്ള് മലയിലാട്ടോ ഇവർ ബിൽഡിങ്സൊക്കെ പണിതിട്ടുള്ളത്, കണ്ടില്ലേ. അതായത് ഇങ്ങനെ ചെരുവാണ്, ഒരു സ്ലോപ്പാണ്. അതിലാണ് ഇവർ സേഫായിട്ട് വീട് കെട്ടി താമസിക്കുന്നത് പറയുമ്പോൾ എത്രത്തോളം ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് മനസ്സിലാക്കണം ആദ്യം. നല്ല ഡെവലപ്മെൻ്റ് ആയിട്ടുള്ള ഒരു നഗരമുണ്ട് ഈ കാണുന്നത്. എല്ലാവിധ സൗകര്യവും കാര്യങ്ങളും എല്ലാ ഹോസ്പിറ്റലും എല്ലാം ഉണ്ട് കേട്ടോ. അതായത് നമുക്ക് എന്തെങ്കിലും മെഡിക്കലായിട്ടുള്ള എമർജൻസി വന്നു കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും മെഡിക്കൽ ഷോപ്പുകളും അവൈലബിൾ ആണ്. ഫുഡിൻ്റെ സ്ഥലങ്ങൾ എല്ലാം ഇല്ലാത്തതായിട്ട് സത്യം പറഞ്ഞാൽ ഒന്നുമില്ല. ഭയങ്കര ഒരു രസമുള്ള സ്ഥലം തന്നെയാണ് ഈ സിക്കിം. ഞാൻ ആപ്പാടെ വന്നിട്ട് എന്താപ്പോൾ ഒരു ഐഡിയ, എന്താപ്പോൾ ചെയ്യാന്ന് പറയാണ്ട് ഇങ്ങനെ കുടുങ്ങി നിൽക്കുകയാണ്. കുടുങ്ങിയെന്നല്ല, ഒരു പ്ലാനും കിട്ടുന്നില്ല ഗൈസ്. കിളി പോയി നിൽക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു പ്ലാനില്ലാണ്ട് ഇങ്ങനെ ഒരു പക്ഷിനെ പോലെ ഇങ്ങനെ പറന്ന് നടക്കുകയാണ് ഞാൻ. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഒരു പാക്യാമിലോട്ട് പോകാൻ വേണ്ടി ഒരു വണ്ടി കയറിയിട്ടുണ്ട്. അതായത് ഇവിടെ ഒരു 22 കിലോമീറ്റർ യാത്ര ചെയ്യാൻ കേട്ടോ. ഒരു ഷെയർ ടാക്സിലാണ് കയറിയിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് യാത്ര ചെയ്യണം. ഇതോട്ടാ പോകുന്ന വണ്ടി. ഞാനിപ്പോൾ പാക്യാമിലുള്ളത്. ഊട്ടിക്കത്തെ തണുപ്പ് കേട്ടോ. ഇവിടെ തണുത്തിട്ട് നിൽക്കാൻ ഞാനിങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ കയറി ഇരിക്കുക തണുത്തിട്ട്. വീഡിയോ എടുക്കാനൊന്നും തീരെ വയ്യ കേട്ടോ, അത്രയും തണുപ്പാണ്. ഇപ്പോൾ ചെറുതായിട്ട് മഴ വേറെ ചാറുന്നുണ്ട്. എന്തൊരു തണുപ്പാണെന്നറിയോ. ഇതാണ് കേട്ടോ പാക്യോങ് പറയുന്ന സിറ്റി. നമ്മളേറ്റവും കുറച്ച് താഴ്ഭാഗത്തോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഒരു 22 കിലോമീറ്റർ നമ്മൾ ഇപ്പോൾ വണ്ടിയിൽ യാത്ര ചെയ്തിട്ട് പാക്യോങ് എത്തിച്ചേരുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ പാക്യോങ് നഗരത്തിലുള്ളത്. ഇവിടെ പാക്യോങ് എന്ന് പറയുമ്പോൾ നമ്മളെ ഗാങ്ടോക്കിനെ അപേക്ഷിച്ച് തീരെ ആളുകൾ കുറവുള്ളൊരു സ്ഥലമുണ്ട് കേട്ടോ ഈ പാക്യോങ് എന്ന് പറയുന്നത്. വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല, ഒരു നോർമൽ ടൗൺ ആണ് കേട്ടോ. അത്ര വലിയ ജനവാസമൊന്നുമല്ല, എന്നാലും ആവശ്യത്തിന് ആളുകളുണ്ട്. പാക്യോങ് എന്ന് പറയുന്നത് കുറച്ച് നമ്മളെ ഗാങ്ടോക്കിനേക്കാളും കുറച്ച് താഴ്ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ടൗൺ ആണ് കേട്ടോ. ഇവിടെയും കുറേ ടാക്സി സ്റ്റാൻഡുകളൊക്കെ കാണാൻ കഴിയും രണ്ട് സൈഡായിട്ട്. കുറേയധികം കടകളും കാര്യങ്ങളും. പിന്നെ നമ്മൾക്ക് നടക്കുമ്പോൾ താഴത്തോട്ടൊരു കുറച്ച് സ്റ്റേഴ്സൊക്കെ ഇറങ്ങി പോകുന്നതാണ്. താഴെ കുറേ വീടുകളും അതുപോലെ തന്നെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെയാണ് എല്ലാവരും ജീവിക്കുന്നത്. അതായത് എന്താ പറയുക, കുറേ കൺജസ്റ്റഡ് ആയിട്ടാട്ടോ എല്ലാവരും ഇവിടെ വീടുകളൊക്കെ വെച്ച് കെട്ടി താമസിക്കുന്നത്. അത്രയും സ്ഥലം കമ്മിയാണ് ഇവിടെ, കാരണം ഹിൽ ഏരിയ അല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. പോയി നോക്കാം, എവിടം വരെ എത്തുമെന്നും അറിയില്ല. ഒരു പ്ലാനിങ് ഇല്ലാത്തൊരു യാത്രയാണ് നമ്മളെ. അതുകൊണ്ട് എവിടെ വേണമെങ്കിലും ഒരു പക്ഷിയെ പോലെ പറന്ന് നടക്കാം. ഫ്രണ്ട്സ്, ഈ ഭാഗത്തോട്ട് വരുമ്പോൾ അതിഭീകരമായൊരു എന്താ പറയുക, മതിൽ പോലെ പണിത് വെച്ചൊരു സംഭവം കാണാൻ കഴിയും. അതായത് ഇതൊരു മലയാട്ടോ. മലയിൽ നിന്ന് മണ്ണിടിഞ്ഞ് വരണ്ടെന്ന് പറഞ്ഞിട്ട് അവർ കെട്ടി വെച്ചാട്ടോ ഈ കാണുന്നത്. ഇതൊക്കെ നല്ല വലിപ്പമുണ്ട് കേട്ടോ. അത്യാവശ്യം ഒരു 10-15 നില കെട്ടിടത്തിൻ്റെ ഹൈറ്റാട്ടോ ഈ കാണുന്നത്. അയ്യോ, നമ്മളിപ്പോൾ പാക്യോങ് നഗരത്തിൽ നിന്ന് വിട്ട് കുറച്ചും കണ്ട് നടന്നെത്തി. എവിടേക്കാണെന്ന് ഒരു ഐഡിയ ഇല്ല, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ കുറേ പൊട്ടിപ്പൊളഞ്ഞ വീടുകളും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും, കണ്ടില്ലേ. ഇത് ഇവിടുത്തെ പാർട്ടി കൊടിയാണ് കേട്ടോ, SKM. എന്താണെന്ന് കറക്റ്റ് അറിയില്ല, നോക്കാം. നല്ല തണുപ്പാട്ടോ, സഹിക്കുന്നില്ല.
ഫ്രണ്ട്സ് ഇവിടെ ഐസ് മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ. അതൊക്കെ ഐസിൻ്റെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. അയ്യോ എന്ത് രസമല്ലേ കാണാൻ. ഇവിടെ ഫുൾ ഐസിൻ്റെ മഴയൊക്കെ ഐസ് പെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കി തലയിലൊക്കെ വീണ നല്ല വേദനയായിരിക്കും. എന്തല്ല നമ്മുടെ സിക്കിമിൻ്റെ ഒക്കെ ഒരു കാഴ്ച കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രത്തോളം ഇങ്ങനെ ഐസ് മഴ പെയ്യുന്നത് ഞാൻ കാണുന്നത് കേട്ടോ. നോക്കിയാ നിങ്ങൾ ഐസ് മഴ പെയ്യുന്ന ഐസ് മഴ അടിപൊളി കേട്ടോ. ഇവിടെ നോക്കിയാ റോഡ് മുഴുവൻ ഐസാ. ഐസ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. അടിപൊളിയാട്ടോ അടിപൊളിയാ. നോക്കിയേ നല്ല വലിപ്പമുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ഇത് കൊള്ളാലോ. അത് എവിടുന്ന് വരുന്നു ഇങ്ങനെ ഐസ്. വല്ലാത്തൊരു പ്രതിഭാസം തന്നെയാ. റോഡ് മൊത്തം ഐസ് കൊണ്ട് നിറഞ്ഞു കേട്ടോ. അതൊക്കെ കൊള്ളാം. ഫുൾ ഐസാ എല്ലായിടത്തും. ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഒരു മേലൊന്ന് ഈ വഴി താഴോട്ട് ഇറങ്ങുന്നത്. നമ്മളിന്ന് ഇവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഇവിടെ ടെൻ്റ് അടിക്കാൻ വേണ്ടി പോകുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം മനോഹരമായിട്ടുള്ളൊരു താഴ്വരയിലാണ് നമ്മളിന്ന് ടെൻ്റ് അടിക്കുന്നത്. ഒരു ബീഹാരത്തെ ഒരു ബയ്യ ഉണ്ട് നമ്മുടെ കൂടെ. നല്ല അടിപൊളി താഴ്വര കേട്ടോ. ഇതിൻ്റെ ഭംഗി നോക്കി നിങ്ങൾ, എന്തൊരു രസം കാണാൻ. അയ്യോ നല്ല അടിപൊളി പൂക്കളൊക്കെ ഉള്ളൊരു ചെറിയൊരു താഴ്വര കേട്ടോ. നടന്ന് പോകുമ്പോൾ തന്നെ ഭയങ്കര നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഇറങ്ങിയിട്ടാണ് ഞാൻ പോകുന്നതെന്ന്. മുന്നിൽ ഒരു പയ്യെ നടന്നു പോകുന്നുണ്ട്. ഇതൊക്കെ നിരവധി പൂക്കളിനെ കാണാൻ കഴിയും. അടിപൊളി താഴ്വരയല്ലേ. സിക്കിമിൻ്റെ യഥാർത്ഥ ഭംഗിയും കണ്ട് ഞാൻ ആസ്വദിച്ചിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ബാക്കിൽ നോക്കാം നിങ്ങൾ, എന്ത് അടിപൊളി പൂക്കളും കാര്യങ്ങളൊക്കെ കാണുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ. അയ്യോ അടിപൊളി സ്ഥലം. ഇത് നോക്കിയേ അടിപൊളി. ഫ്രണ്ട്സ് നമ്മളിപ്പോൾ നല്ലൊരു ഗ്രാമപ്രദേശത്താണ് നിൽക്കുന്നത്. ഇതൊക്കെ ഒരു താഴ്വര, അതിൽ കുറച്ച് കുഞ്ഞു വീടുകളും നേപ്പാൾസിൻ്റെ വീടൊക്കെ ആയിട്ട് കാണുന്നത്. കുറേ നേപ്പാളികൾ ഇവിടെ താമസിക്കുന്നുണ്ട്. ഇവിടെ എന്തൊക്കെയോ കൃഷികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അടിപൊളി സ്ഥലമല്ലേ, നല്ല അടിപൊളി താഴ്വര കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ സ്ഥലം. നല്ല പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്ന നല്ല സൂപ്പർ മനോഹരം നിറഞ്ഞ സ്ഥലം. ഇവിടെ ക്യാമ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണിത്, അതുകൊണ്ടാണ് ചോദിച്ചു നോക്കണം ആരോടെങ്കിലും. നല്ല സൂപ്പർ. ഇവിടെയൊക്കെ മുളൻ്റെ കടക്കുണ്ട്, വഴികളൊക്കെ ഉണ്ടല്ലോ എന്ത് മനോഹരമാണെന്ന്. അടിപൊളി കേട്ടോ. ഇവിടെ കുറേ വീടുകളും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. ഫ്രണ്ട്സ് ഒരു ശോകമായ വാർത്ത പറയാനുണ്ട്. നമുക്കിവിടെ ടെൻ്റ് അടിക്കാനുള്ള പെർമിഷൻ കിട്ടിയില്ല. അവിടെ ഒരു ഓണർ ഉണ്ടായിരുന്നു അതിൻ്റെ ലാൻഡിൻ്റെ. ചോദിച്ചപ്പോൾ അവിടെ പെർമിഷൻ തരില്ല പറഞ്ഞു. കുഴപ്പമില്ല, നമുക്ക് വേറെ ഏതെങ്കിലും സ്ഥലം നോക്കാം. എവിടെയെങ്കിലും ഇന്ന് എന്തായാലും സ്റ്റേ ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. നോക്കാം, കുറേ എന്തെങ്കിലും സ്ഥലം കിട്ടുമായിരിക്കും. ഫ്രണ്ട്സ് നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ഉള്ളത് പ്യാങ്യോങ്ങിലെ ഒരു താഴ്വരയിലാണ്. നമ്മളിതാ ഇന്നലെ ഇവിടെ ടെൻ്റ് അടിച്ചു. പിന്നെ എന്തെങ്കിലും തീ കത്തിക്കാൻ പറഞ്ഞെങ്കിൽ നടന്നില്ല കേട്ടോ. ചെറുതായിട്ട് മഴ ഇങ്ങനെ കിനിഞ്ഞിട്ട് ഇപ്പോഴൊക്കെ നനഞ്ഞു, അതുകൊണ്ട് തീ കത്തിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ടെൻ്റ് അടിച്ച് സുഖമായിട്ട് ഉറങ്ങിയോന്ന് ചോദിച്ചാൽ ഉറങ്ങി, പക്ഷേ ഇടയ്ക്കൊക്കെ ഒന്ന് എണീച്ചു. കാരണം ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ നായകളിങ്ങനെ കുരച്ചിട്ട് ഭയങ്കര വെറുപ്പിക്കലായിരുന്നു. ഇതൊക്കെ പോയിരുന്നു, നല്ല തണുപ്പാണ് രാവിലെ തന്നെ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ സിക്കിമിൻ്റെ ഗാങ്ടോക്കിൻ്റെയും പാക്യോങ്ങിൻ്റെയും ഇന്നലത്തെ ചെറിയ വിശേഷം. ഇനിയും കുറച്ച് കാഴ്ചകൾ നമ്മൾ കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ അത് അടുത്ത വീഡിയോയിലായിരിക്കും വരിക. മറ്റൊരു വിശേഷമായി വീണ്ടും കാണുന്നത് എല്ലാവർക്കും ഗുഡ് ബൈ.